പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ടാമത് ആണ് ഈ വേദിയിൽ വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് അമ്മച്ചിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എത്രമാത്രം സ്ത്രീകൾ ഈ 2020 പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഞാൻ വളരെ ചുരുക്കി ചെറിയൊരു പ്രസംഗം മാത്രമേ നടന്നുള്ളൂ. നമുക്കറിയാം 67 വർഷമായിട്ട് LDFും UDFും മാറി മാറി ഭരിച്ച് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇവിടെ പല രാഷ്ട്രീയ പ്രസംഗങ്ങളിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ സംസാരിക്കുന്നത് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തെ പറ്റിയും അതുപോലെ റഷ്യൻ യുദ്ധത്തെ പറ്റിയും ഇസ്രായേൽ യുദ്ധത്തെ പറ്റിയും ജപ്പാനിൽ അമേരിക്ക ബോംബിടുന്നു എന്നൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഇരിക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും പ്രശ്നം ഇതൊന്നുമല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പാണ്. നമുക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കണം, കുടിക്കാൻ വെള്ളമുണ്ടാകണം, സുരക്ഷിതമായിട്ട് കയറി കിടക്കാനായിട്ടുള്ള ഒരു വീടുണ്ടാവണം, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കണം, നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കണം. ഇതൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഈ 67 വർഷം മാറി മാറി ഭരിച്ചിട്ട് ഇന്നും എത്ര കുടുംബങ്ങളിൽ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഓരോരുത്തരും. ഇന്നിപ്പോ ഇത് പെരുമ്പാവൂർ നിയോജക മണ്ഡലമാണ്. ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്തായാലും നിയമസഭയായാലും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. നിങ്ങൾ കേട്ട് കാണും, കിഴക്കമ്പലം പഞ്ചായത്തിൽ അല്ലെങ്കിൽ 2020 ഭരിക്കുന്ന 4ഓളം പഞ്ചായത്തുകളിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ പട്ടിണിയില്ലാത്ത 4 പഞ്ചായത്തുകളാണ്. 3 നേരം സുഭിക്ഷമായിട്ട് വയറ് നിറച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു 2012 പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് പല വീടുകളും ഞാൻ കയറി ഇറങ്ങുമ്പോൾ കാണുന്നത് കണ്ണുനീര് വീഴുന്ന അമ്മമാരെയാണ്. അവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മമാരുടെ കണ്ണ് നിറയുകയാണ്. കാരണം മക്കൾക്ക് കൊടുത്തുവിടാനായിട്ട് അടുക്കളയിൽ ഒന്നുമില്ല. തിരിച്ചു വരുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. സ്കൂളിൽ പോകുന്നു, പല കുട്ടികളും പലതും കൊണ്ടുവരുന്നു. വിശന്ന് വലഞ്ഞ് വരുന്ന മക്കളെ പറ്റിയാണ് അവർ ഓർത്തിരുന്നത്. അപ്പൊ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്ന അമ്മമാര് ഇന്ന് ആ പഞ്ചായത്തുകളുടെ അവസ്ഥ മാറി. ഇന്ന് രാവിലെ അവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ എന്തൊക്കെയാണ് കൊടുത്തുവിടുക എന്നുള്ള രീതിയിലാണ്. കാരണം അവരുടെ അടുക്കള നിറവാണ്. അപ്പൊ നമ്മള് അധികാരത്തിൽ കയറിയപ്പോ നമ്മള് അമേരിക്ക ബോംബ് വിട്ടതും റഷ്യ വെടിവെച്ച കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്തതും സംസാരിച്ചതും. നമ്മള് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പറ്റിയാണ് പഠിച്ചത്. ഇപ്പോ വ്യവസായിയായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിചാരിക്കും, ഇദ്ദേഹത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. ഇതൊന്നുമില്ല. ഞാന് 2012 ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത്
കിഴക്കമ്പലത്ത് 8,000-ഓളം വീടുകളുണ്ട്. ഏതാണ്ട് 7,500 വീടുകളിലധികവും ഞാൻ നടന്ന് കയറി ഇറങ്ങി. ഓരോ വീടുകളിലും കയറി അവിടുത്തെ അച്ഛനമ്മമാരെ കണ്ടു, കുട്ടികളെ കണ്ടു, ചോദിച്ചു നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്. അങ്ങനെ ഓരോ കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ആ നാടിന്റെ പ്രശ്നം മനസ്സിലാക്കി അന്ന് രൂപം കൊണ്ടതാണ് ഈ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന കിഴക്കമ്പലമല്ലായിരുന്നു അത്. 4 മുളയില് കമ്പുകൾ വെച്ച് നീല ടർപ്പാളകൾ വലിച്ചു കെട്ടി മണ്ണില് മനുഷ്യനും ആടും കോഴിയും പട്ടിയും ഒക്കെ കിടന്നുറങ്ങുന്ന ചിത്രമാണ് ഞാൻ കണ്ടത്. അങ്ങനത്തെ 282 കുടുംബങ്ങൾ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു 80 വയസ്സായിട്ടുള്ളൊരു അമ്മച്ചി ഇറങ്ങി വരികയാണ്, വടിയൊക്കെ കുത്തി. അകത്ത് ഇരുട്ടാണൊന്നും കാണാൻ പാടില്ല, വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂര. അമ്മേ എന്താണ് കഴിച്ചത് എന്ന് ചോദിച്ചപ്പോ വീണ്ടും വടിയും കുത്തി കൂഞ്ഞി കൂഞ്ഞി അകത്തേക്ക് പോയിട്ട് ഒരു കലമെടുത്തിട്ട് വന്നു. ആ കലത്തിനകത്ത് കുറച്ച് വെള്ളവും ഒരു എണ്ണാവുന്ന അത്രയും ചോറും പറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ വേറെ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു മകനുണ്ട്. മകൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ബുദ്ധിസ്ഥിരതയില്ലാത്ത 39 വയസ്സായുള്ള ഒരു മകനകത്ത് ഇരുന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അരി എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ ഒരാഴ്ച മുമ്പ് ആരോ 1 കിലോ അരി കൊടുത്തു. ആ 1 കിലോ അരി കൊണ്ട് 80 വയസ്സായിട്ടുള്ള അമ്മയും ബുദ്ധിസ്ഥിരതയില്ലാത്ത 39 വയസ്സായിട്ടുള്ള മകനും 7 ദിവസം തിളപ്പിച്ച് കുടിച്ചുകൊണ്ടിരുന്നു, ഉപ്പ് പോലും ഇടാതെ. അതാണ് 67 വർഷം മാറി മാറി ഭരിച്ച രാഷ്ട്രീയക്കാരുടെ ബാക്കി പത്രം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി അറിയാം, നാളെയെ പറ്റി ചിന്തിക്കുന്നവരാണ്. ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. കാരണം അത്രമാത്രം പ്രാരാബ്ധങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവുന്ന കുടുംബങ്ങളായതിലധികവും. കുട്ടികളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു, രോഗികളായിട്ടുള്ള അച്ഛനമ്മമാരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇവിടെയും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഓരോ 5 വർഷം കൂടുമ്പോഴും നിങ്ങളും ഞാനും ഒക്കെ വരിയായിട്ട് നിന്ന് ഓരോരുത്തരെ ജയിപ്പിച്ചു വിടുന്നുണ്ട്. എന്ത് ഗുണമുണ്ടായി നിങ്ങളുടെയൊക്കെ കുടുംബത്തില്? ഈ നാടിന് എന്ത് ഗുണമുണ്ടായി? അപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ ഒരു രാഷ്ട്രീയക്കാരനാക്കിയല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ സഹോദരനായിട്ട്, നിങ്ങളുടെ മക്കളെ പോലെ, മകനെ പോലെ കാണാം, നിങ്ങളുടെ കൊച്ചനിയനെ പോലെ കാണാം. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. എനിക്ക് എപ്പോ വേണമെങ്കിലും ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇന്ന് രാത്രി ഞാൻ അമേരിക്കയ്ക്ക് പോവുക, തിരിച്ചു വരും. 3-4 ദിവസം ഞാൻ തിരിച്ചു വരും. കാരണം അവിടെ മലയാളികൾ വലിയൊരു സ്വീകരണം നൽകാനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം അവര് ഈ 2 സ്ഥാനാർത്ഥികളെ നിർത്തി കേരളം രക്ഷപ്പെടുത്താനായിട്ട് ഞാനെടുത്ത ചങ്കൂടത്തെയാണ് അവര് അഭിനന്ദിക്കാൻ പോകുന്നത്. ഈ മലയാളികള് എന്ന് പറയുന്നത് ഗതികേട് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട്
ഈ രാജ്യം വിട്ടുപോകേണ്ടി വന്നവരാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് 80 ലക്ഷം ആളുകളാണ് ഈ കേരളം വിട്ടുപോയിരിക്കുന്നത് നിവൃത്തികേട് കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഓരോ വർഷവും 3 ലക്ഷം കുട്ടികളാണ് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ കേരളം വിട്ടുകൊണ്ടിരിക്കുന്നത്. 3 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രം. ഇങ്ങനെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ആരെങ്കിലും തിരിച്ചു വരാറുണ്ടോ? കാരണം തിരിച്ചു വന്നാൽ ഒരു പ്രതീക്ഷയുമില്ല ഈ നാട്ടിൽ. ഒരു ജോലി ചെയ്യാൻ സാധിക്കും അവർക്ക്. എത്രയോ പേര് അങ്ങനെ പോകുന്നു, ആരും തിരിച്ചു വരുന്നില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും എൻ്റെ മകൾക്ക് 11 വയസ്സായി, എൻ്റെ മകന് 15 വയസ്സ്. ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് എന്താ? നമുക്കോ ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയില്ല, നമ്മുടെ മക്കളെങ്കിലും ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ നമ്മൾ ഊണും ഉറക്കവും മുളച്ച് എല്ലാം ത്യജിച്ച് പട്ടിണി കിടന്നും പണം സ്വരൂപിച്ചും കുടുംബം പണയം വെച്ചും വലിയ പലിശയ്ക്കൊക്കെ പണമെടുത്താ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇവിടെ പഠിക്കാനുള്ള സാഹചര്യമില്ല. അവര് ഒന്നല്ലെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ UK പോകുന്നു, കാനഡയ്ക്ക് പോകുന്നു, പിന്നെ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അപ്പോ നമ്മൾ എന്തിനു വേണ്ടി ജീവിച്ചോ, എന്ത് സ്വപ്നം കൊണ്ടോ അതെല്ലാം വെറുതെ ആയി പോവാണ്. അവസാനം വയസ്സുകാലത്ത് നിങ്ങളും ഞാനും എല്ലാം ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. അങ്ങനെ നമ്മൾ ശ്വാസം കിട്ടാതെ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് സ്വന്തം മക്കളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അപ്പോ നമ്മൾ സ്വപ്നം കണ്ടതും ജീവിച്ചതും എല്ലാം വെറുതെ ആവാണ്. അവസാനം ഈ ലോകം വിട്ടുപോകുമ്പോ സ്വന്തം മക്കളെ കണ്ണ് നിറച്ച് കാണാൻ സാധിക്കാതെ, അവരൊഴിച്ചു തരുന്ന ഒരു തുള്ളി വെള്ളം കുടിക്കാൻ സാധിക്കാതെ നമ്മൾ ഈ ലോകം വിട്ടുപോകേണ്ടതായിട്ട് വരികയാണ്. ആരാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത്? നമ്മളൊക്കെ വരിയായിട്ട് നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെയാണ്. ഞാനിവിടെ നിന്നത് പറയുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ച് അന്ധമായിട്ട് 2020 വോട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ചിന്തിക്കണം. മലയാളികൾ ബുദ്ധിയുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അറിവുള്ളവരാണ്. ഇതിന് മുമ്പിലത്തെ ഇലക്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ LDF 5 വർഷം കഴിയുമ്പോൾ അവർ കട്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കും, നിവൃത്തികേട് കണ്ടുപോയി അടുത്ത ആൾ വോട്ട് ചെയ്യും. UDF അതേ പാത തന്നെ തുടരും, വീണ്ടും കട്ടുപിടിക്കും, വീണ്ടും LDF. അപ്പൊ നമ്മൾ നിവൃത്തികേട് കൊണ്ട് LDF-നും UDF-നും വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. ഇപ്പൊ അതല്ല. ദൈവം നമുക്കറിയാം, പല പ്രദേശങ്ങളും ഇല്ലാതെയാക്കി കളഞ്ഞിട്ടുണ്ട്, പല പ്രദേശങ്ങളും പുനർജീവിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതായിരിക്കാം. 67 വർഷം കട്ടുപിടിച്ച് കൊള്ളയടിച്ച് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ രക്തമൊഴുക്കി കുടിച്ച് ഈ നാട് നശിപ്പിച്ച രാഷ്ട്രീയക്കാരിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊരു മോചനം വേണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അതാണ് 2020. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു അവസരം വന്നിരിക്കുകയാണ്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള അവസാന ബസ്സാണത്. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ
എപ്പോൾ വേണമെങ്കിലും രക്ഷപ്പെടാം. എൻ്റെ വ്യവസായങ്ങൾ തെലങ്കാനയിലേക്ക് മാറ്റിയിരിക്കുന്നു. ബാക്കിയുള്ളത് ഞാൻ താമസിയാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റും. എനിക്ക് തെലങ്കാനയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഒറീസയിലോ ജാർഖണ്ഡിലോ തമിഴ്നാട്ടിലോ എവിടെ വേണമെങ്കിലും പോകാം, എൻ്റെ വ്യവസായങ്ങൾ നടത്താം. എനിക്ക് അമേരിക്കയിലോ UK-യിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അത് സാധിക്കും? അപ്പോ എന്റെ സമയവും എന്റെ കുടുംബത്തിന്റെ സമയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തൊണ്ട തുറന്ന് സംസാരിക്കുന്നത് ഒരു ദൈവ നിയോഗമായിട്ടാണ്. ഈ ഭൂമിയിൽ നിങ്ങളെയും എന്നെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. ഇന്നയാളെ ഇന്നതാവണം. ഒരുപക്ഷെ ഇവിടുത്തെ അമ്മമാരുടെ, അച്ഛനമ്മമാരുടെ, കുട്ടികളുടെ കണ്ണുനീര് കണ്ട് പ്രാർത്ഥന കേട്ട് ദൈവത്തിന് മനസ്സലിഞ്ഞുകൊണ്ടായിരിക്കും വ്യവസായിയായ എന്നെ പിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ മുന്നിൽ രാഷ്ട്രീയക്കാര് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതൊരു രാഷ്ട്രീയക്കാരനെ എടുത്ത് നോക്കിക്കോളൂ, ജനിച്ചതിന് ശേഷം എന്നെങ്കിലും അവൻ ദേഹമനക്കി പണിയെടുത്ത് അധ്വാനിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോ നിങ്ങളുടെയും എന്റെയും രക്തമൂറ്റി കുടിച്ച് അധ്വാനത്തിന്റെ ബലം തിന്ന് ജീവിക്കുന്നവരാണ് രാഷ്ട്രീയക്കാര്. എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല, എനിക്ക് അധികാരത്തിന്റെ ആവശ്യമില്ല, സ്ഥാനമാനങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ, അധികാരമാണ്, ഒരു MLA ആവണം, MP ആവണം, മന്ത്രി ആവണമെങ്കിൽ രാജ്യസഭാ സീറ്റ് തരാൻ പലരും തയ്യാറാണ്, മന്ത്രിയാക്കാൻ പലരും തയ്യാറാണ്. അപ്പോ ഇവിടുത്തെ ജനങ്ങളെ ഒറ്റിക്കൊടുത്ത് അങ്ങനെ മന്ത്രിയാകാനും MP ആകാനും MLA ആകാനും അല്ല എന്നെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന കേരളത്തിലെ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ കഷ്ടപ്പാട്, കണ്ണുനീര് കണ്ട് കട്ടുമുടിച്ച് കൊള്ളയടിച്ച് കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2020 പാർട്ടി ഉണ്ടാക്കിയതും ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോ ഇവിടെ ചാലക്കുടിയില് നമുക്കറിയാം, ഇപ്പോഴത്തെ MP ബെന്നി ബെഹ്റാൻ, ഇതിന് മുമ്പത്തെ MP എന്ന് പറയുന്നത് ഇന്നസെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പൊ കോൺഗ്രസ്. ഈ 10 വർഷം നിങ്ങളും ഞാനും ഒക്കെ വോട്ട് ചെയ്താണ് ഇവരെ പാർലമെന്റിലേക്ക് അയച്ചത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാ, ഈ 10 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും MP-മാരെ ജയിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന്? നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇനി ഇത് പോട്ടെ, ഈ കുറുപ്പമ്പടി പ്രദേശത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ആകെ ഗുണമുണ്ടായിട്ടുണ്ട്, കല്യാണ വീട്ടിൽ വരും ചാപ്പാടടിക്കാൻ, മരണ വീട്ടിൽ വരും മുതലക്കണ്ണ് നീരൊഴുക്കാൻ. ഒരിക്കലും പ്രയോജനമില്ലാത്ത കുറെ കല്ലിടിയിൽ കർമ്മങ്ങൾ നടത്തും, വാതോരാതെ പ്രസംഗിക്കും. ഇതാണ് ഈ 10 വർഷം കൊണ്ടുണ്ടായത്. അപ്പോ നിങ്ങൾക്ക്, ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, കുറുപ്പംപടിക്കാർക്ക്, പെരുമ്പാവൂരുകാർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കണം. ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണ്, ദൈവം അയച്ചിരിക്കുന്ന ഒരു ബസ്സാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതിൽ കയറിയില്ല എങ്കിൽ നിങ്ങൾ എന്നേക്കുമായിട്ട്
നരകയാതന അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ജീവിച്ച് നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടതായിട്ട് വരും. ഇനി നമുക്കറിയാം, ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തില് അവർ പരസ്പരം മത്സരിക്കുന്നു. ബെന്നി ബെഹനാനും രവീന്ദ്രനാഥും പരസ്പരം തെറി വിളിച്ചുകൊണ്ട് മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ബായി ആയിട്ട് രണ്ടുപേരും കൂടി വോട്ട് ചോദിക്കുന്നു. ത്രിപുരയിൽ ചെല്ലുമ്പോൾ രണ്ടുപേരും കൂടി വോട്ട് ചോദിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ ചെല്ലുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടിയിട്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നു. ഇത് തന്നെയാണ് രാഷ്ട്രീയക്കാര്. ഇവര് പരസ്പരം നിയമസഭയില് കടിച്ചു കയറുന്നത് കാണാം. നടുക്കളത്തിൽ ഇറങ്ങിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, കുത്തിയിരിപ്പ് നടത്തുന്നു. വൈകുന്നേരമാവുമ്പോ ഏതെങ്കിലും മുറിയിൽ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചിരുന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുന്ന കാണാം. നിങ്ങളെയും എന്നെയും ഈ നാടിനെയും 67 വർഷമായിട്ട് പറഞ്ഞ് വഞ്ചിക്കുകയാണവര്. ഇന്ന് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനും ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ 1% പോലും ആത്മാർത്ഥതയോ കടപ്പാടോ ഇല്ല. നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് വോട്ട് മേടിച്ച് അധികാരത്തിലേറി ഈ നാടിൽ നിന്ന് പരമാവധി കൊള്ളയടിക്കാവുന്ന മുഴുവൻ കൊള്ളയടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരാവര്. ഇപ്പോ കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് നോക്ക്. 21 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും പിണറായി വിജയന്റെ വലിയ ഫോട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു 140 മണ്ഡലങ്ങളിലും ഈ വിദ്വാനാണോ മത്സരിക്കുന്നതെന്ന്. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ചെറുതായിട്ടേ ഉള്ളൂ. അന്ന് നമുക്കറിയാം അദ്ദേഹം ദൈവമായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ, ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഫോട്ടോ പോലും ഉണ്ടോ? ആളുകൾ വലിച്ചു കീറി പ്രളയകളയും. അദ്ദേഹത്തെ ടിവിയില് നമുക്കറിയാം, പ്രളയം വന്നപ്പോ, കോവിഡ് വന്നപ്പോ 1 മണിക്കൂർ അദ്ദേഹം ടിവിയുടെ മുമ്പിലിരിക്കും. നിങ്ങളും ഞാനും അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഈ ദൈവത്തെ കാണാനായിട്ട് ഇങ്ങനെ ശാസ്ത്രമടക്കിയിരിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹം ടിവിയിൽ വന്നു കഴിഞ്ഞാൽ ടിവി തല്ലി പൊളിക്കും ആളുകള്. ആ സാഹചര്യത്തിലേക്ക് നമ്മളെയൊക്കെ മാറ്റി. ശരിയല്ലേ? അപ്പോ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് അന്ധമായിട്ട് വിശ്വസിച്ച്, ഞാനെന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ നേതാവായാലും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ട്, ശരിയുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? ഇന്ന് ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ പറയുന്നു 2020 സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. നാളെ ചിലപ്പോ ബെന്നി ബെഹനാൻ വന്ന് പ്രസംഗിക്കും, എനിക്ക് വോട്ട് ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്യണം. രവീന്ദ്രനാഥ് പറയും അത് തന്നെ, BJPയുടെ സ്ഥാനാർത്ഥിയും പറയും അത് തന്നെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതും വിശ്വസിക്കേണ്ട, ആര് പറഞ്ഞും വിശ്വസിക്കേണ്ട. നിങ്ങളൊക്കെ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ പോയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കണ്ണടച്ച് നിന്ന് കൈകൂപ്പി നിന്ന് ആ ദൈവത്തോട് ചോദിക്ക്, ഏതാണ് ശരി, ആരാണ് ശരി? അങ്ങനെ തീരുമാനമെടുക്ക്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്നത് 2020 വിജയിപ്പിക്കാനാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ അയച്ചിരിക്കുന്ന ആളാണ് നിങ്ങളോടൊന്ന് പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയാണെങ്കിൽ 2020 സ്ഥാനാർത്ഥിയായ ചാർലി പോളിനെ നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങൾ അങ്ങനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു MP ഉണ്ടാകുമെന്നല്ല, അല്ലെങ്കിൽ 2020 2 MP അല്ല ഉണ്ടാകുന്നത്. 2 MP ഇത്തവണ
കേരളത്തിൽ നിന്ന് 2020 MP-മാര് വിജയിച്ചാൽ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് 140 മണ്ഡലങ്ങളിലും 2020 സ്ഥാനാർത്ഥികളിൽ നിന്ന് കേരളത്തിന്റെ അധികാരം നമ്മൾ പിടിച്ചെടുത്തിരിക്കും. അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ 943 പഞ്ചായത്തുകളിലും കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ സ്റ്റാൾ ഉണ്ടാക്കി ഇന്ന് 56 65 രൂപ കൊടുക്കുന്ന അരി 28 രൂപയ്ക്കോ 25 രൂപയ്ക്കോ നിങ്ങളുടെ വീടുകളിൽ കിട്ടും. ഒരു നേരമല്ല 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കി വെക്കുന്ന സാഹചര്യത്തിലേക്ക് 2020 കൊണ്ടുവരും. ഇന്ന് കിഴക്കമ്പലത്ത് വേറൊരു അത്ഭുതം കൂടി നടന്നു. നമ്മുടെ മെഡിക്കൽ സ്റ്റോർ 2020 മെഡിക്കൽ സ്റ്റോർ നമുക്കറിയാം. ഇന്ന് എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ വരുന്നത്. മാരകമായിട്ടുള്ള വിഷമടിച്ചാണ് അത് വരുന്നത്. ഈ വിഷം തിന്ന് രോഗികളായി ചോര ഛർദ്ദിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാളികള്. എന്തുകൊണ്ട് പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കുന്നില്ല? എന്തുകൊണ്ട് പഴവർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നില്ല? അപ്പോ അതിനൊന്നും രാഷ്ട്രീയക്കാർക്ക് സമയമില്ല എന്നുള്ളതാണ്. അങ്ങനെ വിഷം തിന്ന് മലയാളികളെ മുഴുവൻ രോഗികളാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ ഏതെങ്കിലും വീട്ടില് 1000 രൂപയുടെയെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് വാങ്ങാത്ത എത്ര വീടുകളുണ്ട്? 1000 രൂപ മുതൽ 10000 രൂപ വരെ മരുന്ന് വാങ്ങുന്ന എത്രയോ വീടുകളുണ്ട്. എത്ര ഭീമമായിട്ടുള്ള തുക കൊടുത്താണ് നമ്മൾ മരുന്നുകൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേരാണ് മരുന്ന് കഴിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോകുന്നത്? 5ഉം 10ഉം വർഷം മുമ്പ് ഈ ലോകം വിട്ടു പോകുന്നത്. എന്തുകൊണ്ട് ഈ 67 വർഷം ഭരിച്ച നമുക്ക് വലിയ വികസനമൊന്നും കൊണ്ടുവരണ്ട, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം ഇവർ കൊണ്ടുവരാത്ത എന്താ? അത്യാവശ്യം മരുന്ന് മേടിച്ച് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം കൊണ്ടുവരാത്ത എന്താണ്? അപ്പോ അതും കിഴക്കമ്പലത്ത് നമ്മൾ നടപ്പിലാക്കി. കിഴക്കമ്പലത്ത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിലും ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോറിൽ വന്ന് മരുന്ന് മേടിക്കാം. അതിന് കാർഡിന്റെ ആവശ്യമില്ല. അവിടെ 50% വില കുറച്ച്, ചില മരുന്നുകൾക്ക് 80% വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ക്യാൻസർ രോഗികൾക്ക് ക്യാൻസർ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ, ഡയാലിസിസ് കിഡ്നി സംബന്ധമായിട്ടുള്ള മരുന്നുകൾ, ഡയബറ്റിക്സ് ഇൻസുലിൻ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ. കാരണം ഒരു കിഡ്നി രോഗി വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അടിത്തറ പോയി എന്നുള്ളതാണ്. ഒരു ക്യാൻസർ രോഗി വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അടിത്തറ പോയി എന്നുള്ളതാണത്. അപ്പോ ഇവർക്കെല്ലാം സ്ഥിരമായിട്ട് 10,000 രൂപയുടെ മരുന്ന് വേണ്ടി വരും. അങ്ങനെ ഒരാളും മരണപ്പെടാൻ പാടില്ല ഇനി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 MP-മാരെ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പട്ടിണിയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഈ പറയുന്ന 3.5 കോടി ജനങ്ങൾക്കും 943 പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും മെഡിക്കൽ സ്റ്റോറും ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ സ്ഥാപിക്കും. 50 മുതൽ 80% വരെ വില കുറച്ച് ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇനിയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന കുറച്ച് സമയത്തിനുള്ളില് 3 നേരമെങ്കിലും ഭക്ഷണം കഴിച്ച് വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ ഈ ലോകത്ത് നിന്ന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളുടെ സാമീപ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2020 വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഇന്ന് നമുക്കറിയാം, ഒരു ദിവസം ഒരാളാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത്. 7 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. 35 കുട്ടികള് മദ്യത്തിന് അടിമയായി കേസെടുക്കുന്നു. അപ്പൊ അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടാവാം, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെടുന്നുണ്ടാവാം. എന്തുകൊണ്ട് ഇവരൊക്കെ നിയന്ത്രിക്കുന്നില്ല?
ഒരു ദിവസം 2000 കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആർക്കെങ്കിലും അറിയോ എന്തിനാ 2000 കുറ്റകൃത്യങ്ങള്? 2020 കയറട്ടെ, ഒരുത്തിന്റെയും കൈ പൊങ്ങില്ല കുറ്റകൃത്യം ചെയ്യാനായിട്ട്. അടുത്തിടെ കണ്ടില്ലേ നമ്മൾ സ്വപ്നം കണ്ട് പാടുപെട്ട് ഉറക്കമൊളിച്ച് വളർത്തിയ മകനെ പഠിപ്പിക്കാൻ അയച്ചു, വലിയ പ്രതീക്ഷകളോടെ അയച്ചു. അവനെ അവിടുത്തെ SFIക്കാര് നഗ്നനാക്കി 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ കൊന്ന് കെട്ടിത്തൂക്കി കോളേജിന്റെ നടുക്കളത്തില്. എന്നിട്ടോ പിണറായി സർക്കാർ ചെയ്തെന്താണ്? എന്താ പിണറായി ചെയ്തത്? അങ്ങനെ ആറ്റുനോട്ട് വളർത്തിയ മകന്റെ മൃതശരീരമാണ് ആ അച്ഛന്റെ അമ്മയുടെയും മുമ്പിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് 10 ലക്ഷം രൂപ വില നൽകിയത്. നിങ്ങൾക്ക് കുട്ടികളുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്. നമ്മുടെ കുട്ടികൾക്കുള്ള വില 10 ലക്ഷം രൂപയാണോ? അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ വളർത്തിയത്? എന്തുകൊണ്ട് DYFIക്കാരെ ഇവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് SFIക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ കടമെടുത്തും വീട് വിറ്റും സ്വപ്നം കണ്ടും കോളേജിലേക്കും സ്കൂളുകളിലേക്കും പിള്ളേരെ വിടുന്നത് അടിയും കുത്തും കൊലപാതകവും പഠിപ്പിക്കാനാണോ? എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? അപ്പോ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ പോലും കഞ്ചാവും മയക്കുമരുന്നും അടിയും ഇടിയും കുത്തും കൊലപാതകവും പഠിപ്പിച്ച് ഇവര് നശിപ്പിക്കും. നിങ്ങൾ ആരും നന്നാവാൻ ഇവര് സമ്മതിക്കില്ല. കാരണം നിങ്ങളുടെ ദാരിദ്ര്യമാണ് അവരുടെ ഓരോ വോട്ടും. നിങ്ങളുടെ ദാരിദ്ര്യം കൊണ്ടാണ് ഒരു കിറ്റ് കാണിക്കുമ്പോൾ വരിയായിട്ട് നിന്ന് അവർക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോകണം. നിങ്ങൾ ഒരിക്കലും നന്നാവാൻ അവർ അനുവദിക്കില്ല. നിങ്ങൾ നന്നായാൽ ഇൻകുലാബ് വിളിക്കാനും ജാഥ നടത്താനും സമരം നടത്താനും ഇവർക്ക് ആളെ കിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ നന്നാക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ സമ്മതിക്കില്ല. അപ്പൊ സ്വയം ചിന്തിക്കണം, തീരുമാനമെടുക്കണം. ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താണോ പറയുന്നത്, ചാർലി പോളിന് വോട്ട് ചെയ്യണം, 2020 വോട്ട് ചെയ്യണമെന്നാണ് ഉത്തരമെങ്കിൽ വോട്ട് ചെയ്യുക. അങ്ങനെ വോട്ട് ചെയ്താൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ ഒന്ന് എഴുതി വെക്കും. ചാലക്കുടി പാർലമെന്റിലെ ജനങ്ങള് 2024 ശക്തമായിട്ട് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ രക്ഷിച്ചു എന്ന് 1000 വർഷം കഴിയുമ്പോഴും നമ്മുടെ കുട്ടികൾ ചരിത്രത്തിൽ പഠിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പോ എല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ വൈകിയ വേളയിലും എന്നെ കാണാനും എന്നെ കേൾക്കാനും വന്നെത്തിയ എല്ലാവർക്കും